എല്ലാവർക്കും നമസ്കാരം. ഐ എം എ ന്യൂട്രീഷനിസ്റ്റ്. മൈ കൺസൾട്ടേഷൻ ഈസ് ഫുള്ളി ഫോക്കസ്ഡ് ഓൺ എ ഹെൽത്തി നാച്ചുറൽ ഫുഡ് വിത്ത് നോ റെസ്ട്രിക്ഷൻസ് ആൻഡ് സീറോ സപ്ലിമെൻറ്റ്സ്. സോ ഗെയിനിങ് വെയ്റ്റ് എല്ലാവർക്കും അധികം കഴിക്കുന്നത് കാരണം ഉണ്ടാവില്ല. അതായത് മെനി ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവാം, പിന്നെ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവാം, ലൈക്ക് തൈറോയിഡോ അല്ലെങ്കിൽ PCOD, PCOS, അങ്ങനെ എന്തെങ്കിലും കാരണം വെയ്റ്റ് ഗെയിൻ ഉണ്ടാവാം. അല്ലെങ്കിൽ പോസ്റ്റ് പ്രഗ്നൻസി ആ സമയത്ത് ഉണ്ടാകുന്ന വെയിറ്റ്, പിന്നെ സ്ട്രെസ്സ് കാരണം ഉണ്ടാകുന്ന വെയിറ്റ്. പിന്നെ എല്ലാവരും കഴിക്കുന്നത്, അതിൻ്റെ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് അവരവർക്ക് തോന്നുന്ന ഫുഡ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം നോക്കിയിട്ടോ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടോ അതിൽ വരുന്ന ഫുഡ് കൊണ്ട് ഡയറ്റ് ഫോളോ ചെയ്യും. പക്ഷെ അതൊക്കെ വെയിറ്റ് റിഡ്യൂസ് ചെയ്യണമെന്നില്ല. പക്ഷേ നമ്മൾ കഴിക്കുന്ന പോർഷൻ, അതായത് മീൽ പ്ലേറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് പോർഷൻ സൈസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ കഴിക്കുന്ന ഈച്ച് ആൻഡ് എവറി പോർഷൻസ്, അത് നമ്മൾ എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നോ അതിനനുസരിച്ച് നമ്മൾ വെയിറ്റ് ഗെയിനോ വെയിറ്റ് ലോസോ ഉണ്ടാവും. പിന്നെ ഇത് തന്നെ കഴിക്കാം, ഇത് കഴിക്കാനേ പാടില്ല, അങ്ങനെ ഒരു ഫുഡും ഈ ലോകത്തില്ല. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് വെൽ ബാലൻസ്ഡ്, അതായത് ഒരു ദിവസം ഒരു ഡേ എടുത്താൽ അതിൽ നമ്മൾ കഴിക്കുന്ന ഫുഡെല്ലാം വെൽ ബാലൻസ്ഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. സപ്പോസ് നമ്മൾ പെട്ടെന്ന് വെയിറ്റ് ലോസ് ചെയ്യണം, ഒരു മാസത്തിൽ 5 കിലോ വെയിറ്റ് ലോസ് ചെയ്യണം, അല്ലെങ്കിൽ അതിന് ജാസ്തിയായിട്ട് വെയിറ്റ് ലോസ് ചെയ്യണം, അങ്ങനെയെന്നുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് ചിലപ്പോൾ ഉണ്ടാവാം, അതായത് പട്ടിണി കിടന്നിട്ട് വെയിറ്റ് ലോസ് ഉണ്ടാവാം. പക്ഷേ ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ വിറ്റമിൻസ് ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പോൾ നമ്മൾ വിറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നോർമലി എന്തെങ്കിലും വിറ്റമിൻ ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ കാൽഷ്യം ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റ്സ് എന്തെങ്കിലുമൊക്കെ എടുക്കും. സോ അങ്ങനെയൊന്നുമില്ലാതെ നമ്മൾ വെയിറ്റ് കുറയ്ക്കണം, പ്ലസ് നമ്മളെ ബോഡി അതിനെ അക്സെപ്റ്റ് ചെയ്യണം, പ്ലസ് നമുക്ക് ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാവാൻ പാടില്ല. അതായത് വിറ്റമിൻ ലോസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസ്റ്റർബൻസോ അല്ലെങ്കിൽ ഹെയർ ലോസോ, ചിലർക്കൊക്കെ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ തന്നെ തലവേദന ഉണ്ടാകും, തലവേദനയോ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതായത് കറക്റ്റ് സമയം, നമ്മൾ കഴിക്കുന്ന ഫുഡ് കറക്റ്റ് സമയം, പ്ലസ് നോർമൽ എക്സസൈസസ്, ഒരു 30 മിനിറ്റ്സ് എക്സസൈസ്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെച്ചസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറ്റ്ലീസ്റ്റ് വീക്ക്ലി ത്രൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും. പിന്നെ ഡിസീസ് കണ്ടീഷൻസ് ലൈക്ക് ഡയബറ്റിക് ആവട്ടെ, യൂറിക് ആസിഡ് ഉള്ളവർക്ക്, പിന്നെ തൈറോയിഡ്, അതിലും 2 സെക്ഷൻ ഉണ്ട്, ഹൈപ്പോ തൈറോയിഡ് ഉണ്ട്, ഹൈപ്പർ തൈറോയിഡ് ഉണ്ട്. അപ്പോൾ തൈറോയിഡ് ആവട്ടെ, അല്ലെങ്കിൽ PCOD, PCOS, അങ്ങനെ 2 കാറ്റഗറി ഉണ്ട്. പിന്നെ ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവർ, അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ഡിസീസസ് ലൈക്ക് ഹാർട്ട് റിലേറ്റഡ് ഡിസീസ്, പിന്നെ റീനൽ ഡിസീസസ്, ഓൺകോളജി, അങ്ങനെ എന്തെങ്കിലും എനി ടൈപ്പ് ഓഫ് ഡിസീസ്, എന്ത് ഡിസീസ് ഉണ്ടെങ്കിലും. അപ്പോൾ എല്ലാവരും കരുതുന്നത്, ഇത് എനിക്ക് ഷുഗർ ഉണ്ട്, അത് കാരണം ഞാൻ ഇത് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് ഇത്ര കഴിക്കാമോ, അല്ലെങ്കിൽ ഇത് കഴിച്ചാൽ എനിക്ക് ഷുഗർ ജാസ്തി ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ നമുക്ക് തന്നെ ഒരു